നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തി. ജപ്പാന്റെ വടക്കൻ തീരത്താണ് ഭൂചലനം ഉണ്ടായത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അമോറി, ബൊക്കൈഡോ തീരങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് 3 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയതായും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയതായും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ജപ്പാന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ രാത്രി 11:15 ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഹൊക്കൈഡോ, അമോറി, ഇവാട്ടെ എന്നീ പ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഭൂചലനത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടി. വാഹനങ്ങളും ലൈറ്റുകളും ആടി ഉലയുന്നത് കാണിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. തീരപ്രദേശങ്ങളിൽ പരമാവധി 10 അടി അല്ലെങ്കിൽ 3 മീറ്റർ ഉയരത്തിലുള്ള സുനാമി തിരകൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രഭവ കേന്ദ്രം കടൽത്തട്ടില് ഏകദേശം 30 മൈൽ 50 കിലോമീറ്റർ അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തീരപ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും താമസക്കാർ ഉടൻ തന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. പ്രദേശത്തിലുള്ളവർ തീരങ്ങളിൽ നിന്നും നദീമുഖങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടോക്കിയോയിൽ പോലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി US ജിയോളജിക്കൽ സർവേ വെളിപ്പെടുത്തി. അയോമോറി പ്രിഫെക്ചറിലെ ഹച്ചിനോഹോയിലെ ഒരു ഹോട്ടൽ ജീവനക്കാരൻ പരിഭ്രാന്തിയുടെ രംഗങ്ങൾ വിവരിക്കുകയും ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.